എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോകണം. അവരില്ലാതെ വന്നാൽ പ്രതാപവർമ്മയുടെ പതനം ആരംഭിക്കും. അവന്റെ നാശമാണ് എനിക്ക് കാണേണ്ടത്. അച്ഛൻ സമാധാനമായിട്ടിരിക്കെ. പ്രതാപവർമ്മയുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്കച്ഛ. എന്തായി മോളെ കാര്യങ്ങൾ? എല്ലാം സക്സസ്. ഓ, ആ അമ്പിയെ ഒരുക്കിയ കെണിയിൽ ഋതികയുടെ പ്രോപ്പർട്ടികൾ മുഴുവനും എന്റെ പേരിലായി അച്ഛാ. വെരി ഗുഡ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്നാ മോളെ നടപ്പിലായത്. എത്ര പെട്ടെന്നാ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിയത്. അതെ അച്ഛാ, നമ്മൾ ഒത്തിരി റിസ്ക് പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. അവരായിട്ട് തന്നെ എല്ലാം നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവന്ന് തന്നു. ഓ, അമ്മായിയും പെട്ടു, മരുമകളും പെട്ടു അല്ലേ? അച്ഛാ, അച്ഛനല്ലേ പറഞ്ഞേ ഋതിക വലിയ ബുദ്ധിമതിയാണെന്ന്. എന്നിട്ടെന്താ ഇങ്ങനെയൊക്കെ ചെയ്തേ? അവള് ബുദ്ധിമതിയൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിച്ചത് അവൾ ഒറ്റ ഒരുത്തിയാ. പക്ഷേ ഒറ്റയ്ക്ക് അവളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അവളൊരു വിഡ്ഢിയാ. എല്ലാത്തിനും മറ്റേ അവനുണ്ടല്ലോ രാജു, അവനും കൂടി വേണം. അതെനിക്കും തോന്നി. രാജു പോയതോടെ അവളങ്ങ് വല്ലാതെ പതറിപ്പോയി. അവളെ അവനെയും ദുർബലരാക്കാനും പരസ്പരം തല്ലിക്കാനുമല്ലേ നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്തത്. എന്തായാലും മോളെ അതൊക്കെ വിജയിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? പറഞ്ഞു തരാം. ഇനി ആ അംബികയെ എന്ത് ചെയ്യണമെന്ന് എന്റെ പൊന്നുമോള് തീരുമാനിക്ക്. ഈ അംബിക ലോകവിഷ. അവളെ ഉറക്കത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. നീ വരച്ച വരയിൽ ആ അംബികയും കുടുംബത്തിലുള്ള ഓരോരുത്തരും നിൽക്കണം. ഇങ്ങനെ വായിൽ കൈപൊത്തി ഒരുമാതിരി പണ്ടത്തെ അടിയാന്മാരെ തമ്പുരാന്മാരുടെ അടുത്ത് നിൽക്കുന്ന പോലെ പഞ്ചപുച്ഛമടക്കി. മനസ്സിലായോ മോക്ക്? മനസ്സിലായി അച്ഛാ. ഒരു കാരണവശാലും ഇനി ആ രാജു ആ വീട്ടിലേക്ക് വരാനോ പണ്ടത്തെ പോലെ വർമ്മയുടെ വലം കൈയായി നിൽക്കാനോ പാടില്ല. അതറിയാച്ച. അതായത് ഈ രാജുവും ഋതികയും ഒരുമിച്ച് നിന്നാൽ അതൊരു ബലമാ. നമുക്കവരെ ഒരു കാരണവശാലും തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ സെപ്പറേറ്റ് ആണെങ്കിൽ ഈ രണ്ടെണ്ണവും ബലഹീനരുമാണ്. ഈ രാജു എന്ന് പറയുന്നവന് ഈ ഋത്തിക ഇല്ലാതെ ചലിക്കാൻ പറ്റില്ല. പണ്ട് ഏത് നേരവും അവന്റെ ബൈക്കിന്റെ പിന്നാലെ ഇതാ ഇങ്ങനെ ഉണ്ടാവും അവള്. ഋതികയ്ക്കും അങ്ങനെയൊക്കെ തന്നെയാ. രാജുവിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഈ പ്രതാപവർമ്മയും രാജുവിന്റെ അച്ഛൻ വേണു ഒക്കെ ഒരമ്മ പ്രസവിച്ചവരെ പോലെ സഹോദരങ്ങളെ പോലെ ആയിരുന്നു. അവരെ ഒന്നും അങ്ങനെ പെട്ടെന്ന് ആർക്കും പിരിക്കാൻ പറ്റിയിട്ടില്ല. അത്ര ഉറച്ചതും ദൃഢമുള്ളതുമായിരുന്നു അവരുടെ ബന്ധം. എന്നാൽ എന്റെ മോള് കാരണം ഇപ്പൊ അവരെ അടിച്ചു പിരിഞ്ഞത് നിന്റെ ഒറ്റ മിടുക്കുകൊണ്ട്. എക്സലന്റ്. ഇനി ഒരു കാരണവശാലും അവർ തമ്മിൽ അടുക്കാൻ എന്റെ പൊന്നുമോൾ അനുവദിക്കരുത്. ഇല്ലച്ച, ഇനി ഒരിക്കലും അവർ തമ്മിൽ അടുക്കില്ല. ആ രാജുവിന്റെ കുടുംബം എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോകണം. അവരില്ലാതെ വന്നാൽ പ്രതാപവർമ്മയുടെ പതനം ആരംഭിക്കും. അവന്റെ നാശമാണ് എനിക്ക് കാണേണ്ടത്. അച്ഛൻ സമാധാനമായിട്ടിരിക്കെ. പ്രതാപവർമ്മയുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്കച്ച.
ചെറിയമേ, ഞാൻ മകളല്ല എന്നൊരു സംശയം എന്റെ അച്ഛന്റെ മനസ്സിൽ എന്തായാലും ഉണ്ട്. അതിന്ന് മാറും. 10-24 കൊല്ലായി പ്രതാപേട്ടന്റെ മനസ്സിലേക്ക് അംബിക അടിച്ചേൽപ്പിച്ചൊരു നുണയായത്. 10 പ്രാവശ്യം അത് തുടർച്ചയായിട്ട് ഒരാൾ പറയുമ്പോൾ ആരായാലും അത് വിശ്വസിച്ചു പോകും. അങ്ങനെ പ്രതാപേട്ടനത് വിശ്വസിച്ചതായിരിക്കും. അച്ഛനൊന്ന് വന്നിരുന്നെങ്കിൽ ചെറിയമേ. വരും മോളെ, മോളുടെ ഒരു സന്തോഷം. ചെറിയമേ, അച്ഛൻ ഒരു മിനിറ്റ്. എന്താ അമ്മായി, അമ്മായി. എന്താ യാമിനി, ഇവൾക്ക് എന്തു പറ്റി? അച്ഛാ, എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മാറും. അച്ഛന്റെ എല്ലാ തെറ്റിദ്ധാരണകളും ഇന്നത്തോടെ അവസാനിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മായി ഇങ്ങോട്ട് വരട്ടെ അച്ഛാ, അച്ഛനെല്ലാം മനസ്സിലാവും. അമ്മായി. എന്താ പ്രതാപ? ഞാനല്ല, മോളാ വിളിച്ചത്. എന്താ ഋതികെ? അമ്മായി അച്ഛനോട് കാര്യം പറയേ. എന്ത് കാര്യം? അല്ല, ഏത് കാര്യം? ഏത് കാര്യമെന്നോ? ഞാൻ അച്ഛന്റെ മോള് തന്നെയാണെന്നും അന്ന് നടന്ന സത്യങ്ങളും അച്ഛനോട് പറയേ. എന്ത് സത്യങ്ങള്? പണ്ട് പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ, അല്ലാതെ വേറെന്താ? അമ്മായി എന്താ ഈ പറയുന്നത്? അമ്മായിന്നോ? നീ എന്നെ അമ്മായിന്ന് വിളിച്ചിട്ട് കാലം കുറെ ആയല്ലോ. ഇവക്കെന്തോ പറ്റിയിട്ടുണ്ട്, കിളി പോയതുപോലെ. വാക്ക് വ്യത്യാസം കാണിച്ചാണ്ടല്ലോ. നിനക്കും കുഴപ്പമുണ്ടോ? ചെറിയമ്മയ്ക്കും മകൾക്കും ഒരുപോലെയാണല്ലോ പിരി ഇളകിയിരിക്കുന്നത്. ചെറിയമേ, ഇവരെഴുതി തന്ന എഗ്രിമെന്റ് ഇവിടെ ഇല്ലേ? അതെടുത്തിട്ടോ. ശരി. എഗ്രിമെന്റോ? എന്ത് എഗ്രിമെന്റ്? നീ കാര്യം പറയേ. എടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ ഇനിയും ചതിക്കല്ലേ. അച്ഛന് ഞാൻ എല്ലാം ബോധ്യപ്പെടുത്തി തരാം. ചെറിയ മൂന്ന് വന്നോട്ടെ. ഇതാ പ്രതാപേട്ട. അച്ഛാ, അതൊന്ന് വായിച്ചു നോക്ക്.